മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രത്തിലൂടെ വീണ്ടും നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ് ഡിജോ ജോസ് ആന്റണി എന്ന സംവിധായകൻ. അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ വലിയ രീതിയിൽ ജനങ്ങൾ ഏറ്റെടുത്ത ചിത്രങ്ങളായിരുന്നു ഇതിനു മുമ്പ് വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ നിരൂപക പ്രശംസയും വിജയവും നേടിയത് ജനഗണമന എന്ന പൃഥ്വിരാജ് നായകനായ ചിത്രമായിരുന്നു. തന്റെ ആദ്യ സിനിമയിലൂടെ ശക്തമായ രാഷ്ട്രീയം സംസാരിക്കുന്ന സിനിമ ചെയ്തയാളാണ് ഡിജോ ജോസ് ആന്റണി. രണ്ടാമത്തെ സിനിമയായ ജനഗണമനയിലെ രാഷ്ട്രീയം പാൻ ഇന്ത്യൻ ലെവലിൽ ചർച്ചയായിരുന്നു. ഈ രണ്ട് ചിത്രങ്ങൾക്ക് ശേഷം ഡിജോയും മോഹൻലാലും തമ്മിലുള്ള പ്രോജക്റ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു. മോഹൻലാലുമായുള്ള പ്രോജക്റ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ ക്ലബ് എഫ്എമ്മിന് നൽകിയ അഭിമുഖത്തിൽ ഡിജോ പങ്കുവച്ചത് ഇപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. മോഹൻലാലിനോടും രണ്ട് കഥകൾ ആദ്യം സംസാരിച്ചിരുന്നു എന്നും രണ്ടും വർക്കായില്ലെന്നും ഡിജോ പറയുന്നുണ്ട്. കഥ മുഴുവൻ കേട്ട് അതിനെക്കുറിച്ച് ദീർഘനേരം ചർച്ച ചെയ്തിട്ടാണ് ലാലേട്ടൻ ആ കഥ വേണ്ടെന്ന് വെച്ചതെന്നും ഡിജോ പറഞ്ഞു. ലാലേട്ടനോട് മൂന്നാമത് പറഞ്ഞ കഥയിൽ കൂടുതൽ ഡിസ്കഷൻ നടക്കുന്നുണ്ടെന്നും ബാക്കി അപ്ഡേറ്റ് പിന്നാലെ വരുമെന്നും ഡിജോ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇതാണ് ആരാധകരെ ശരിക്കും ഞെട്ടിപ്പിച്ചതും. അപ്പോൾ ഡിജോ ജോസ് ആന്റണിയും മോഹൻലാലും തമ്മിലുള്ള പ്രോജക്റ്റിന് സാധ്യതയുണ്ട് എന്നവർ മനസ്സിലാക്കി കഴിഞ്ഞു. ലാലേട്ടനോട് കഥ പറഞ്ഞു. പ്രോജക്റ്റ് ഉണ്ടാകും എന്നുള്ള റൂമറുകളിൽ പകുതി സത്യമാണ്. ലാലേട്ടനുമായി ആഡ് ഫിലിം ചെയ്തപ്പോൾ സംസാരിച്ചു. നല്ല കഥകൾ ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് അന്ന് പറഞ്ഞിരുന്നു. ഞാൻ അദ്ദേഹത്തോട് രണ്ട് കഥകൾ പറഞ്ഞു, രണ്ടും വർക്കായില്ല. ഷാരിസ് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ആ കഥകൾ രണ്ടും അദ്ദേഹത്തിന് വർക്കായില്ല. പുള്ളി കഥ കേട്ട ഉടനെ നോ പറയുന്ന ആളല്ല. ആ കഥയെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്ത ശേഷമാണ് വർക്കാവുമോ ഇല്ലയോ എന്നുള്ള കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. മൂന്നാമത് ഞാനൊരു കഥ പറഞ്ഞു, അതിൽ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടാനായിട്ടില്ല. ബാക്കിയുള്ള വിവരങ്ങൾ വഴിയെ അറിയിക്കാം. ഡിജോ പറയുന്നത് ഇങ്ങനെയായിരുന്നു. അപ്പോൾ നേരത്തെ വന്ന റൂമറുകൾ ഏകദേശം സത്യമാകുന്ന രീതിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഡിജോ ജോസ് ആന്റണിയും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രങ്ങളെ കുറിച്ചുള്ള വലിയ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ട്രേഡ് അനലിസ്റ്റുകൾ പങ്കുവച്ചുകൊണ്ട് എത്തിയിരുന്നു. അങ്ങനെ ഒരു പ്രോജക്റ്റ് അണിയറയിൽ നടക്കുന്നുണ്ട്. 3 കഥകളാണ് പറഞ്ഞത്. മൂന്നാമത്തെ കഥയുടെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ വർക്കുകളിലാണ് എന്നും ഡിജോ പറയുമ്പോൾ പ്രതീക്ഷിക്കാം എന്നതാണ്. നിവിൻ പോളിയെ നായകനാക്കി ഡിജോ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് മലയാളി ഫ്രം ഇന്ത്യ. ഡാൻ ശ്രീനിവാസൻ, അനശ്വര രാജൻ, മഞ്ജു പിള്ള തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ജസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ചിത്രം മെയ് 1 തിയേറ്ററിലേക്ക് എത്തും. എന്തായാലും അണിയറയിൽ ഡിജോ ജോസ് ആന്റണി മോഹൻലാൽ ഒന്നിക്കുന്ന ചിത്രത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ജനഗണമന 2 അതിനൊപ്പം തന്നെ ടൊവിനോ തോമസ് നായകനാകുന്ന ഒരു ഗംഭീര ചിത്രവും ഡിജോ ജോസ് ആന്റണി ഒരുക്കാനിരിക്കുകയാണ്. പള്ളിച്ചട്ടമ്പി എന്നാണ് ആ ചിത്രത്തിന്റെ പേര്. അത് ഉടനെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതും. ജനുവരി 2025 ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. ഇതൊക്കെ കഴിഞ്ഞാലേ മോഹൻലാൽ സിനിമ സംഭവിക്കുള്ളൂ എന്നതും എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നിരവധി ട്രേഡ് അനലിസ്റ്റുകൾ കഴിഞ്ഞ ദിവസം തന്നെ സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു. ജനഗണമന 2 എന്ന ചിത്രത്തിന്റെ സ്ക്രിപ്റ്റും ഏകദേശം 70-80% ആയിട്ടുണ്ട് എന്നും പറയുകയാണ്. ഇനി മോഹൻലാലും ഇവരും ആ ചിത്രത്തിന്റെ ഡിസ്കഷൻ നടത്തി അത് ഓക്കെ ആക്കിയാൽ മോഹൻലാലും ഡിജോയും ഒന്നിക്കുന്ന ഒരു ഗംഭീര ചിത്രം പിറക്കുക തന്നെ ചെയ്യും.